നമസ്കാരം. സംസ്ഥാനത്തെ സ്കൂളുകളിലെ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി പോലീസ്. സ്വകാര്യ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമായ MS സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പരീക്ഷയുടെ തലേന്ന് ചോദ്യങ്ങളുടെ മാതൃക പുറത്തു വന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി MS സൊല്യൂഷൻസ് ജീവനക്കാരുടെ മൊഴിയെടുക്കും. MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിന്റെ വീഡിയോ പരിശോധിച്ച ശേഷമായിരിക്കും സ്ഥാപനത്തിലെ അധ്യാപകരുടെയും ഡയറക്ടർമാരുടെയും മൊഴിയെടുക്കുക. വിദ്യാഭ്യാസ വകുപ്പ് DGPക്ക് കൈമാറിയ പരാതിയിൽ പോലീസ് ഇന്ന് തുടർ നടപടികളിലേക്ക് കടക്കും. സ്ഥാപനത്തിന്റെ ഓൺലൈൻ ക്ലാസുകളിലെ അശ്ലീല പരാമർശങ്ങളിലും പരിശോധന ആരംഭിച്ചു. MS സൊല്യൂഷൻസിന്റെ ഓൺലൈൻ ക്ലാസുകളിലെ അശ്ലീല പരാമർശങ്ങൾ സംബന്ധിച്ച പരാതിയിൽ കൊടുവള്ളി പോലീസ് പ്രാഥമിക പരിശോധന തുടങ്ങിയിട്ടുണ്ട്. AIYF ആണ് അശ്ലീല ഉള്ളടക്കം സംബന്ധിച്ച പരാതി പോലീസിന് നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ച ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗം ഇന്ന് നടക്കും. ചോദ്യം ചോരാനിടയായ സാഹചര്യം ചർച്ച ചെയ്യും. ഇനി പരീക്ഷാ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടി യോഗം തീരുമാനിക്കും. സർക്കാർ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ നിർത്താൻ കർശന നടപടികൾക്കും തീരുമാനമുണ്ടാകും. ചോദ്യപേപ്പർ ചോർച്ചയിൽ KSU കോഴിക്കോട് റൂറൽ SPക്ക് നൽകിയ പരാതിയിലാണ് പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. അതേസമയം യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തനം നിർത്തുന്നതായി MS സൊല്യൂഷൻ CEO ഷുഹൈബ് വ്യക്തമാക്കിയിട്ടുണ്ട്. സത്യം തെളിയും വരെ വീഡിയോകൾ ചെയ്യില്ലെന്ന് CEO ഷുഹൈബ് വീഡിയോയിൽ അറിയിച്ചു. ചാനലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ വീഡിയോകൾ ചെയ്യില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ചിരുന്നു, മൊഴി കൊടുത്തിരുന്നു. തുടർ നടപടികൾ അറിയിക്കാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നിയമ നടപടികൾ പിന്തുടരുന്നുണ്ടെന്നും ഷുഹൈബ് പറഞ്ഞു. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ധനാർത്തിപ്പൂണ്ട ചില അധ്യാപകരും വിദ്യാഭ്യാസം വിൽക്കുന്ന ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സംഘം ചേർന്ന് നടത്തുന്ന ഇത്തരം ചോർത്തലുകൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ചോദ്യക്കടലാസ് ചോർന്നത് അധ്യാപകരുടെ തന്നെ ഒത്താശയോടെയാണെന്ന നിഗമനത്തിലാണ് അധികൃതർ. സർക്കാർ ശമ്പളം പറ്റി സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ AEO DEOമാർക്ക് നിർദ്ദേശം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇവർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശിച്ചു. ചില വിഷയങ്ങളിലെ ചോദ്യക്കടലാസാണ് കൂടുതൽ പുറത്തു പോകുന്നത്. ചില യൂട്യൂബ് ചാനലുകളും സ്വകാര്യ ട്യൂഷൻ നടത്തുന്നവരും താൽക്കാലിക ലാഭത്തിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. പരീക്ഷകൾ കൂടുതൽ കുറ്റമറ്റമാക്കുന്നത് ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി ഇന്നലെ അറിയിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ് DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിന്റെയും +1 ഗണിതത്തിന്റെയും ചോദ്യങ്ങളാണ് ചോർന്നത്. ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നതിലും അച്ചടിയിലുമൊക്കെ രഹസ്യ സ്വഭാവം ഉണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. എന്നിട്ടും ചോർന്നത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യക്കടലാസ് യൂട്യൂബിലൂടെ തലേന്ന് പുറത്തുവിട്ടുവെന്ന ആരോപണത്തിൽ നിയമ നടപടിയുമായി സഹകരിക്കുമെന്നും ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ CEO ഷുഹൈബ് നേരത്തെ പ്രതികരിച്ചിരുന്നു. ചോദ്യക്കടലാസ് ചോർത്തിയെന്ന ആരോപണം അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ചാനലിന്റെ വളർച്ചയിൽ അസൂയുള്ള മറ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമുകളാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് ഷുഹൈബ് പറയുന്നത്. ഓണപരീക്ഷാ സമയത്തും ഒട്ടേറെ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ ചോദ്യക്കടലാസ് ചോർച്ച ആരോപണം വന്നിരുന്നുവെന്നും എന്നാൽ തങ്ങളെ മാത്രമാണ് പോലീസ് ചോദ്യം ചെയ്തതെന്നുമാണ് ഇവർ പറയുന്നത്.